ഇന്നത്തെ കാലത്തെ ഇന്റർവ്യൂസിന്റെ ക്വാളിറ്റി അതുപോലെ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ആസിഫ് അലിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വലിയ വിമർശനമൊക്കെ കൊണ്ടുവരുന്ന സമയമാണ്. ഇപ്പം അന്നറജി ഘോഷ് എന്ന നടി ഈ സമീപകാലത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും അപ്പൊ അതില് അവതാരക ഒരു പെൺകുട്ടിയാണ് അവർ ചോദിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഏറ്റവും വികലമായ ഭാഷയിലാണ് അത് ചോദിക്കുന്നത്. ഇതെപ്പോഴും ആസിഫ് അലി എന്ന പണ്ടത്തെ വിജയും മീഡിയ പേഴ്സണൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇതിനൊരു ക്വാളിറ്റി ഡിപ്ലീഷൻ ഉള്ള പോലെ ഇതൊരു തരത്തിൽ ഷോർട്ട് കട്ടും കൂടിയാണ് ആസിഫ്. അതായത് പെട്ടെന്ന് ക്ലിക്ക് കിട്ടും, പെട്ടെന്ന് വ്യൂ കിട്ടും. അത് നമ്മുടെ അന്നാറജി കോച്ച് ഇൻസിഡന്റ് ആദ്യം കണ്ടപ്പോ ഞാനല്ല ഒരുവിധം മെജോറിറ്റി ഓഡിയൻസ് വിചാരിച്ചത് അത് ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവര് കളിക്കുന്ന നാടകമാണ്. കാരണം ഒരുവിധം എല്ലാ സിനിമയിലെയും അതേപോലെ ഒരുവിധം എല്ലാ ഇന്റർവ്യൂസും നമുക്ക് കാണാം ഇതുപോലത്തെ നാടകം. പിന്നീടാണ് അത് മനസ്സിലായത് അങ്ങനെയല്ല, ആ കുട്ടി ഇന്റൻഷനലി ചോദിച്ചതാണ്. പക്ഷെ ചോദിച്ച രീതി മഹാവൃത്തികെട്ട രീതിയാണ്. കാരണം കൾച്ചർ പറയുന്ന സീറോ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇന്നത്തെ കാലത്ത് ഏത് അണ്ടൻ നാടകം ഇന്റർവ്യൂവർ ആവാലോ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. മൊത്തത്തിലുള്ള സംസ്കാരത്തെ തന്നെ ബാധിക്കും, മാധ്യമ സംസ്കാരത്തെ. അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ടുണ്ട് വിഷ്ണു. അത് ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു ഇന്റർവ്യൂർ ഒന്നും ആയിരുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നത് നമുക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത്, ഇപ്പൊ എനിക്ക് വിഷ്ണുവിന് എനിക്ക് ഇന്റർവ്യൂ വരാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വിഷ്ണു ചോദിക്കുന്ന ഓരോ ചോദ്യം പ്രിപ്പയർഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് വിഷ്ണു എടുക്കുന്ന ഒരു പിക്ക്, ആ ചോദിക്കാനുള്ള ആ ക്വസ്റ്റ്യൻ അത് പിക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഭയങ്കര നമ്മൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും താല്പര്യം അതാണ്. അല്ലാതെ ഇത് തൽക്കാലത്തേക്കുള്ള എൻ്റെ ഒരു നേരം, ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ഒരാൾക്കാർ. അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ഈ സിനിമയെ പറ്റി, ഇതിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റി, ഇതിന്റെ ഇടയിൽ രസകരമായ ഒരു സംഭവം എന്താണ്, ഓർക്കുന്നുണ്ടോ? ഇത് ആർക്കും ചെയ്യും. ഇതൊരു 10 ഇന്റർവ്യൂ ഉണ്ടായാൽ ആർക്കും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ചു പേർക്കാണ്. ഇപ്പൊ നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇന്റർവ്യൂ തരില്ല എന്ന് പറയും. പക്ഷെ ഇതിന്റെ അതൊരു ഓൺലൈൻ ഭീഷണി വരെ അതായത് ഞങ്ങളുടെ പേജിന്. സോ ഇന്നത്തെ കാലത്ത് ഇന്റർവ്യൂർ ആവാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ പറയുക? നിങ്ങൾ ആരൊക്കെ പോയി കിടന്നുണ്ടെന്ന് ചോദിക്കാനുള്ള ധൈര്യം വേണം. അല്ലെങ്കിൽ അവിടുത്തെ ടാറ്റു എവിടെ, ഇവിടുത്തെ ടാറ്റു എവിടെ, അത് കാണിക്കാൻ പറ്റുമോ ചോദിക്കാനുള്ള ധൈര്യം വേണം. അല്ലെങ്കിൽ ചോദിക്കാൻ നിങ്ങൾ അവസാനം ഭാര്യ അറിയാതെ ചെയ്ത കള്ളത്തരം എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ഇന്റർവ്യൂവർ ആവും. അത് മാത്രമല്ല, ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ എന്തിനാ ഇന്റർവ്യൂസ് കൊടുക്കണേ? പറ്റില്ല പറയണം. സോ ഇവരും ഈ പ്രൊമോഷൻ എന്നുള്ള പേരിൽ കണ്ടമാന ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇവൻ എല്ലാ ചവർ ചാനലിലും വരെ കൊടുക്കുന്നുണ്ട്. സോ ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ സമയത്ത് തന്നെ അവർ മറ്റേ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടുണ്ടാവും, എന്താണ് പ്രൊമോഷൻ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് അവർ മനസ്സിലാക്കണം. അവരിങ്ങനെ കണ്ടമാന ഇന്റർവ്യൂസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂവിന് വിളിക്കണവര് എല്ലാ തല്ലിപ്പൊളി ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഇന്റർവ്യൂസിനെ വിളിക്കും. നിങ്ങൾ ജയിലിൽ പോയ ഒരുത്തനെ വേണമെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസിൽ പെട്ടവനെ വിളിക്കും, കള്ളുകൂടിയനെ വിളിക്കും, എല്ലാവരെയും വിളിക്കും. ഇപ്പൊ കുറെ നമ്മൾ നോക്കിയാൽ മതി, വനിതാ വിനിത തിയേറ്ററിൽ അവിടെ കുറെ കോമാളികളുണ്ട്. അവര് എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒരുത്തം വന്ന് പറയുന്നുണ്ട്, നാം വന്ന് എസ്റ്റാബ്ലിഷ് റിവ്യൂർ ആണ്, രാത്രി ആയിക്കഴിഞ്ഞാൽ ഹണി റോസിന്റെ സൂപ്പർ ആണ്, എനിക്ക് എല്ലാവരോടും ക്രഷ് ആണ് പറഞ്ഞിട്ട് പറയുന്ന ഒരുത്തനുണ്ട്. അവനെ ഇന്റർവ്യൂവിന് വിളിക്കും. സോ ഇത് ക്രഷ് അല്ല, കഴപ്പ്. കറക്റ്റ് ആയിട്ടുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കാത്തതിന്റെ കഴപ്പ്. വേറെ ഒരുത്തരുണ്ട്, ഡാൻസ് ചെയ്തിട്ട് കോമാളിത്തരം കാണിച്ച് റിവ്യൂ എന്ന് പേരിൽ വായി തോന്നി വിളിച്ച് പറയണവൻ. സോ അവന്റെയൊക്കെ വിചാരം ഇങ്ങനത്തെ പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലെങ്കിൽ ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ എടുക്കുന്നതാണ്. നിന്നെയൊക്കെ സിനിമയിൽ എടുത്തവൻ ലോക ഊളായിരിക്കും, അതിൽ ഒരു ഡൗട്ടും വേണ്ട. അല്ലെങ്കിൽ നീ കാശ് കൊടുത്ത് തന്നെ അഭിനയിക്കേണ്ടി വരും. ഇപ്പൊ പുതുതായിട്ട് ഒരുത്തമാണ് കിങ് കോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം വന്നിട്ടുണ്ട്. ആദ്യം ആ തിയേറ്റർ പോലുള്ള സാധനമൊക്കെ ഒരു മെന്റൽ ഹോസ്പിറ്റലായി മാറ്റുക, അല്ലെങ്കിൽ അടച്ചു പൂട്ടുക. പകുതി പ്രശ്നം അവിടെ തീരും. പിന്നെ ഇവർ ഈ പ്രൊമോഷൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു, കുറച്ച് പോസ്റ്റ് കോവിഡ് ആ സമയത്താണ് നമുക്ക് ഇത്രയോളം ഇന്റർവ്യൂസും ഈ യൂട്യൂബ് ചാനൽസിനും അതേപോലെ തന്നെ യൂട്യൂബിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇവർ മറ്റേ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഒരു കാര്യം നോക്കിയത്, ഇപ്പൊ തലവൻ പറഞ്ഞ സിനിമ ആസിഫ് അലിയുടെ തന്നെയാണ്. എത്ര ഇവര് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. സാധാ ഒരു പ്രൊമോഷൻ എന്നെ ചെയ്തിട്ടു, പക്ഷെ അത് ഹിറ്റായത് മൗത്ത് പബ്ലിസിറ്റിയിലാണ്. അതേപോലെ തന്നെ മന്ദാകിനി പറഞ്ഞ സിനിമയൊക്കെ. അപ്പൊ ഇവര് ഈ പ്രൊമോഷൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഈ കിങ് ഓഫ് കൊത്ത ഗംഭീര പ്രൊമോഷനാണ് അവർ ചെയ്യുന്നത്. പടം ഹിറ്റായോ, അത് പ്രൊമോഷൻ ഒരു ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല സിനിമയ്ക്ക് വേണ്ടത്. പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ, നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ പോസ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ ഫ്ലെക്സ് കാണും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയ സിനിമ ഇറങ്ങേണ്ടതെന്ന്. സോ ഇന്നത്തെ കാലത്ത് അതിന് സോഷ്യൽ മീഡിയയിൽ ഇവർ വന്നിട്ട് കുറച്ച് ഇമേജസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വല്ല ചാനൽസിന് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാനൽസിന് ഇന്റർവ്യൂസ് കൊടുക്കുക. ഡിമാൻഡ് ഉള്ളവിടെ മാത്രമേ സപ്ലൈ ഉള്ളൂ. നിങ്ങൾ ഈ കണ്ണിക്കണ്ടവന് എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. സോ പണ്ടത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, സയന്റിസ്റ്റ് അല്ലെങ്കിൽ സ്പോർട്സ്മാൻ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ്, ഇവരൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുക. അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നവരെ ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇതേപോലത്തെ കോമാളിത്തരങ്ങളല്ല. ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ
റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ളൊരു ഭീഷണി വരെ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഹെൽപ്ലെസ്നെസ് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട്. ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെ, നമ്മൾ പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്റർവ്യൂസ് ഒക്കെ പല ആളുകളും ഞാൻ ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ടോണ്ടിരുന്ന വേണു സാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആയിരുന്നു. എന്തോരം കാര്യങ്ങളാണ് വേണു സാർ അതിരുന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഇപ്പൊ നമ്മള് ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട് അല്ലേ, എന്തോരം ഇൻഫർമേഷൻസ് ആണ് അത്. സിനിമ പഠിക്കുന്നവർക്കോ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കോ മാത്രമല്ല, ഒരു സാധാരണക്കാരന്റെ ക്യൂരിയോസിറ്റിയെ വരെ മീറ്റ് ചെയ്യുന്നതാണ് ആ ഇന്റർവ്യൂസ് അല്ല. അങ്ങനെയുള്ള എന്തോരം കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഓരോ ചോദ്യവും ഓരോ മറുപടിയും. നമുക്കിപ്പം നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അതേ പേസിലാണ് നമ്മുടെ ഇരിപ്പ്, നമ്മുടെ മറുപടി, നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളുടെ അതിന്റെ സ്വഭാവം എല്ലാം ഈ പ്രേക്ഷകരിലേക്ക് ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സമയത്ത് നമ്മൾ എക്സ്പെരിമെന്റൽ സിനിമ എന്ന വാക്ക് ഇന്റർവ്യൂവിൽ ഉപയോഗിക്കാൻ പേടി. ഇപ്പൊ ആസിഫ് അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എന്തോ പ്രശ്നം ഉണ്ടായി. നിങ്ങൾ എന്തിനാ ഈ പേടിക്കണം? ഇവിടെ ഏറ്റവും വലിയൊരു റിവ്യൂവർ ഉണ്ട്, യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിവ്യൂവർ. ആൾക്ക് പടം ഇഷ്ടമായില്ല പറഞ്ഞിട്ടുള്ള പടം പോലും ഹിറ്റായിട്ടുണ്ട്. സോ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഈ പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല. സോ ജനങ്ങൾക്ക് ഒരു പടം ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും അത് പീപ്പിൾ അക്സെപ്റ്റൻസ് നേടും. കാരണം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കുറെ ആൾക്കാരിലോട്ട് അത് എത്തും. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുമ്പ് ശ്രീനാഥ് ബാസിയുടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മെജോറിറ്റി ഓഫ് ഓഡിയൻസ് ഇൻക്ലൂഡിംഗ് മീ പറഞ്ഞ ശ്രീനാഥ് ബാസി ചെയ്തത് തെറ്റാണ്. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല, ഇതിന്റെ പ്രൊമോഷനും ചെയ്യണം എന്നുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മതിയായിണ്ടാവും ഇങ്ങനെ ഓടി അലഞ്ഞും തിരിഞ്ഞൊക്കെ. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ആ റിയാക്ട് ചെയ്തതിൽ എനിക്ക് വലിയ തെറ്റായിട്ട് ഇപ്പൊ തോന്നുന്നില്ല. കാരണം അന്നാ രജി കോശി ആ കൊച്ചിനെ തല്ലിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. സോ മാക്സിമം ഇങ്ങനത്തെ തല്ലിപ്പൊളി അല്ലെങ്കിൽ എന്താ അണ്ടന അടകോടനും കൊടുക്കുന്ന ഇന്റർവ്യൂസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പകുതി പ്രശ്നം അവിടെ തീരും.